സഭയുടെ ആദരണീയനായ അധ്യക്ഷൻ പ്രൊഫസർ PG ഹരിദാസ് അവറുകൾ, പ്രിയപ്പെട്ട മഹേഷ്, ബഹുമാനായ ശ്രീകുമാരൻ തമ്പി, പ്രിയപ്പെട്ട ഡോക്ടർ ശശിഭൂഷൺ, പ്രിയപ്പെട്ട ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, ശ്രീ ശ്രീജിത്ത് മുത്തേടത്ത്, പ്രിയപ്പെട്ട ഭാവന ടീച്ചർ, ശ്രീ മഹേഷ്, വേദിയിലും സദസ്സിലും ഉള്ള മറ്റ് സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒട്ടേറെ പ്രശസ്ത വ്യക്തികൾ സംബന്ധിക്കുന്ന ഒരു സായാഹ്നം ആണ് ഇത്. പ്രധാനമന്ത്രിയെ സന്ദർശിച്ച് നമ്മുടെ നാടിൻ്റെ പേര് കേരളം എന്ന് പുനഃസ്ഥാപിച്ചതിൻ്റെ നന്ദി അറിയിക്കുന്നതിനാണ് ഞങ്ങൾ 5 പേർ യാത്രയായത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ആരുണ്ട്? എംപി സാറുണ്ട്, പ്രിയപ്പെട്ട ശ്രീജിത്തുണ്ട്, പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണനുണ്ട്, ഞാനും ഉണ്ട്. ഇനി ഇവിടെ ഇല്ലാത്തൊരാൾ ശ്രീ മധുസൂദനൻ നായരാണ്. ഞങ്ങൾ 5 പേരാണ് ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടത്. ഒപ്പം ജന്മഭൂമിയുടെ ശ്രീകുമാറും താഴെ പോയിരിക്കുകയാണ്. മിടുക്കൻ ശ്രീകുമാറാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് കഷ്ടപ്പെട്ടത് എന്ന് ഞാൻ പറയാം. അങ്ങനെ പറയേണ്ടത് കൊണ്ട് എനിക്ക് തോന്നുന്നു. പിന്നെ സമാദരണീയനായ രാജീവ് ചന്ദ്രശേഖർജി ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതും ഞാൻ മറക്കുന്നു. അദ്ദേഹവും വളരെ സ്നേഹപൂർവ്വം എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ സംഭവം? എന്താ ഇത്ര കേരളം എന്നായാലെന്താ, കേരള എന്നായാലെന്താ, കേരൾ എന്നായാലെന്താ, ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ മുൻപിലാണ് ഈ പ്രശ്നം അവതരിപ്പിക്കുന്നത്. നമ്മുടെ സംസ്ഥാന പുനഃസംഘടന 1956 നടന്നത് നിങ്ങൾക്കറിയാം. ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുകയായിരുന്നു. അപ്പോൾ എന്താണ്, ജനങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടാവണം, പ്രാദേശിക ഭാഷകൾ വികസിപ്പിച്ച് എടുക്കണം. അതായത് ലക്ഷ്യം എന്ന് പറയുന്നത് പ്രാദേശിക ഭാഷാ വികസനം. അത് കേൾക്കുമ്പോൾ എന്താ അശ്ലീലം പറയുന്നത് പോലെയാണ് നമ്മൾ പല ആൾക്കും തോന്നുന്നത്. പ്രാദേശിക ഭാഷയോ ബട്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, പ്രൈം മിനിസ്റ്റർ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, ഇന്ത്യയിലെ 22 പ്രാദേശിക ഭാഷകളും എന്താണ്, ദേശീയ ഭാഷകളാണ്, നാഷണൽ ലാംഗ്വേജ് ആണ് എന്ന് ആദ്യമായിട്ട് ഒരു വാക്ക് ഒരാൾ പറയുന്നത് കേട്ടത് ശ്രീ നരേന്ദ്രമോദിജിയാണ് എന്ന് ഞാൻ വളരെ ആദരവോടുകൂടി മനസ്സിൽ പറഞ്ഞൊരു വാക്കാണ്. ഇന്ത്യയിലെ എല്ലാ പ്രാദേശിക ഭാഷകളും ദേശീയ ഭാഷകളാണ്. നമ്മൾ സാഹിത്യ അക്കാദമിയുടെ ഒരു മുദ്രാവാക്യമുണ്ട്, ഇന്ത്യൻ ലിറ്ററേച്ചർ ഈസ് വൺ റിട്ടൺ ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് എന്ന് പറയും. ഇന്ത്യൻ സാഹിത്യം ഒന്നേ ഉള്ളൂ, പല ഭാഷകളിൽ എഴുതപ്പെടുന്നു എങ്കിലും. അതുപോലെ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളെല്ലാം ഉൾക്കൊള്ളുന്ന സംസ്കൃതി, പാരമ്പര്യം ഒന്നാണ് എന്നുള്ള ആ ഒരു അടിസ്ഥാനത്തിൽ അതിന് ദേശീയ ഭാഷയുടെ പ്രാധാന്യം കൽപ്പിച്ചു തരികയായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ സംഭാഷണ വേളയിൽ എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും മഹത്തായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സന്ദർഭം ഉപയോഗിച്ച് കേരളം എന്നുള്ള വാക്ക് പുനഃസ്ഥാപിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് നൽകി എന്നുള്ളതിന് നന്ദി അറിയിക്കുന്നതിനോടൊപ്പം വളരെ നാളായിട്ട് നമ്മുടെ ഭാഷാ ബിൽ ഗവർണറുടെ കയ്യിലിരിക്കുക, അതിനൊരു മോചനം കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനൊരു അംഗീകാരം കിട്ടുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയം ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ മുൻപിൽ ഉന്നയിച്ചു. പ്രിയപ്പെട്ട ശ്രീകുമാരനെ, അദ്ദേഹം ഗവർണറുടെ അഡീഷണൽ സെക്രട്ടറിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഏൽപ്പിച്ചു. 3 ദിവസത്തിനുള്ളിൽ
അത് അംഗീകാരം കിട്ടി എന്നുള്ളതും ഈ സന്ദർശനത്തിൻ്റെ മറ്റൊരു നേട്ടമായിട്ട് നമ്മൾ പറയുന്നത് ചെറിയ കാര്യമല്ല. ഓരോ കാര്യങ്ങളും കൃത്യമായി ഓർമ്മിപ്പിച്ച് സാധിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രതന്ത്രം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. നമുക്ക് പല പരാതികളുണ്ട്. ഇപ്പോൾ അവിടെ പറഞ്ഞതുപോലെ കന്യാകുമാരി പോയതിൽ ദുഃഖമുണ്ട്, ഗോകർണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ള മോഹമുണ്ട്. പിന്നെ വിശാലമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഭാരതത്തിൽ തന്നെയാണല്ലോ എന്നുള്ള ആശ്വാസവും നമുക്ക് ഉണ്ട് എന്നുള്ളത് വിസ്മരിക്കരുത്. ഇത് സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത് പ്രാദേശിക ഭാഷകൾ വികസിപ്പിക്കുക, നമ്മുടെ സംസ്കൃതിയെ വികസിപ്പിച്ച് എടുക്കുക, ഭരണം സുഗമമാക്കുക, സാധാരണ ജനങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം കൊടുക്കുക ഒക്കെയാണ് ശരി. പക്ഷെ അതോടൊപ്പം നമ്മൾ മറന്നു പോകരുതാത്ത ഒരു കാര്യം, ഇതെല്ലാം തമിഴ്നാടും കേരളവും കർണാടകവും അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ബോധം, ആ ഒരു ആത്മബോധം നമുക്കൊരിക്കലും നഷ്ടപ്പെട്ടുകൂടാ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഞാനിങ്ങനെ ഒത്തിരി യാത്ര ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, എവിടെ ചെല്ലുമ്പോഴും ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുമ്പോൾ ഉണരുന്ന ഒരു സംസ്കാരമുണ്ട്, ഒരു സംസ്കൃതിയുണ്ട്. അത് ഇന്ത്യക്കാർ ഇവിടെ ജനിച്ച് ഹിമാലയത്തിനും കന്യാകുമാരിക്കും ഇടയ്ക്ക് ജനിച്ച ആളുകളിൽ നിന്ന് മാത്രമല്ല, അതിനപ്പുറം നിൽക്കുന്ന ഒരു കാലത്ത് ഏഷ്യയുടെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന ചില പ്രദേശങ്ങൾ പിന്നീട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അവരും എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. വേർ ആർ യു ഫ്രം? എന്നോട് ചോദിക്കുന്നു, ഞാൻ പറയുന്നു ഐ ആം ഫ്രം ഇന്ത്യ, ഭാരത്. ഓക്കെ, വാട്ട് അബൌട്ട് യു? ഐ ആം ഓൾസോ ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നാണ്. എവിടെ എന്ന് ചോദിക്കുമ്പോൾ വേറെ ചില രാജ്യങ്ങളുടെ പേരുകളാണ് അവർ പറയുന്നത്. പക്ഷെ അവരും ഇന്ത്യക്കാരാണ് എന്നുള്ളതിൽ അഭിമാനം കൊള്ളുന്നു. എന്തുകൊണ്ട്? ഒരിക്കൽ ഈ രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു മുറിഞ്ഞുപോയ, എന്നതൊക്കെ രാജ്യങ്ങളെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവും. അവരും ഇന്ത്യക്കാരാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ്. അത്രയും പറയുന്നത്. കൂടുതൽ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് വിശദീകരിച്ച് വഷളാക്കുന്നില്ല രംഗം. അപ്പം അങ്ങനെ നമ്മുടെ നാടിൻ്റെ ഒരു പൈതൃകം, ഭംഗി എന്ന് പറയുന്നത് ഏറെ പ്രധാനമാണ് എന്നുള്ളത് ഓർക്കുക. പിന്നെ പുറത്തൊക്കെ കുഞ്ഞുങ്ങൾ നമ്മളോട് നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭാഷ, നമ്മുടെ വേഷം, അല്ലേ, നമ്മുടെ ഭക്ഷണം, ഇതൊക്കെ ഒരു ഭക്ഷണം ഒരു സംസ്കാരമാണ്. നമ്മുടെ വേഷം ഒരു സംസ്കാരമാണ്. ഭാഷ തീർച്ചയായിട്ടും അതെ, തീർച്ചയായിട്ടും അതെ. ഞാനൊരു യാത്രക്കിടയിൽ എൻ്റെ ഒരാഴ്ചക്കാലം ഞാൻ ഇംഗ്ലണ്ടിലൊരു സംസ്ഥാനത്ത് താമസിക്കാനിട വന്നു. താമസിച്ചത് ഒരു മലയാളി, എൻ്റെ ഒരു പഴയ വിദ്യാർത്ഥി ഡോക്ടർ വിജയകുമാറിൻ്റെ വീട്ടിലാണ്. അവിടെ താമസിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ പാൻസൊക്കെ എടുത്ത് തലകേറ്റി ഫുൾ സ്ലീവ്സൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വിജയകുമാറിൻ്റെ മോള്, കൊച്ചു പെണ്ണ, ഹൈസ്കൂളിൽ പഠിക്കുക, സ്കൂളിലോ ഹൈപ്പർ പ്രൈമറിയിലോ പഠിക്കുകയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അങ്കിൾ, വാട്ട് ഈസ് യുവർ ഡ്രസ് കോഡ് വൈൽ യു ആർ ഇൻ കേരള? കേരളത്തിലായിരിക്കുമ്പോൾ എൻ്റെ ഡ്രസ് കോഡ് എന്താണ്? ഞാൻ പറഞ്ഞു, യൂഷ്വലി ഐ വെയർ പാൻസ്. ഓക്കെ, കോളേജിൽ പഠിപ്പിക്കുമ്പോൾ പാൻസ് ആയിട്ടുണ്ടിരുന്നത്. മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകൻ പാൻസ് ഇടുവോ എന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള സുന്ദരിമാർ ഞാൻ പഠിപ്പിച്ച കോളേജിലുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. ആദ്യമല്ല ഒരു മലയാള അധ്യാപകൻ പാൻറ് ഇടുന്നു. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ ഈ കൊച്ചിനോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഡ്രസ് കോഡ് വൈൽ യു ആർ ഇൻ കേരളം? ഞാൻ പറഞ്ഞു, ഐ യൂഷ്വലി വെയർ പാൻസ്. അവൾ പറഞ്ഞു, നോ, ഹിയർ ആഫ്റ്റർ ഇൻ കേരള യു ഷുഡ് നോട്ട് വെയർ പാൻസ്. അതെന്താ കഥ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, യു ആർ എ മലയാളം റൈറ്റർ, യു ഷുഡ് വെയർ ഓൺലി ധോത്തി ആൻഡ് ഷർട്ട് എന്നൊക്കെ പറഞ്ഞു. ഇതൊരു 20 കൊല്ലമായി. പ്രദീപൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. ഈ 20 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ കേരളത്തിൽ ഇന്ന് വരെ പാൻസ് ഇട്ടില്ല. ഞാൻ ഈ കൊച്ച് എനിക്ക് കൊടുത്ത വാക്കാണ്. തേന്മാവിൻ കൊമ്പത്ത് ഇറങ്ങുന്നതിന് മുമ്പ് അതിലൊരു ഉണ്ടല്ലോ, അമ്മയുടെ തലയിൽ കഴിച്ച് വെളുമ്പ ചേച്ചിയുടെ തലയിൽ കഴിച്ച് സത്യം ചെയ്യിക്കുന്നത്. ഈ കൊച്ചു എന്നെ കൊണ്ട് അവിടെ തലയിൽ കഴിച്ച് സത്യം ചെയ്യിച്ചു. കേരളത്തിലായിരിക്കുമ്പോൾ പാനിട്ടില്ല. അപ്പോൾ
മൂത്തേടത്തിനൊന്നും ആരും ഒന്നും പറയണ്ട, അത് നമ്മുടെ സ്വന്തം. അത്രയും പറയുന്നുള്ളൂ. ആളുകളെ ആദരിക്കാൻ, യുവാക്കളെ ആദരിക്കാൻ നമ്മൾ പഠിക്കണം എന്ന് മാത്രം പറയും. ലക്ഷ്മിദാസ് ഇവിടെ ഉണ്ടെന്ന് ഹരിദാസ് മാഷോട് പറഞ്ഞു. അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്, ഞാൻ കണ്ടു കേട്ടോ. ലക്ഷ്മിയുടെ കവിത കേൾക്കാതെ എൻ്റെ ഒരു ദിവസവും കടന്നു പോകുന്നില്ല. മാമ്പഴത്തിലാണ് ലക്ഷ്മിയെ പരിചയപ്പെട്ടത്. ഇത്ര മനോഹരമായി ഹൃദയത്തിലേക്ക് ഒഴുകി വരുന്നത് പോലെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി, ഞാനാണോ ഇത് പറയുന്നതെന്ന്. ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഊറി ഇറങ്ങുന്ന